എറണാകുളം മലയാറ്റൂരിൽ കുട്ടിയാന കിണറ്റിൽ വീണതിനെ തുടർന്ന് വനം വകുപ്പിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. വന്യമൃഗശല്യം പരിഹരിക്കാൻ സർക്കാർ നടപടിയെടുക്കുന്നില്ലെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. ഒരു ഫോറസ്റ്റുകാർ ആരും ആ സമയത്ത് ഉണ്ടല്ലോ 6 മണിയൊക്കെ ആറായിപ്പോഴാണ് ഫോറസ്റ്റുകാർ ഇവിടെ എത്തിയത്. എന്താണ് നിങ്ങൾക്ക് പരിക്ക് പറ്റിയിരിക്കുന്നത്? നാട്ടുകാർ ഓർണേക്കാ സ്പീഡിൽ ഫോറസ്റ്റുകാർ ഇവിടെ നിന്ന് ഓടിയാ തന്നെ രാത്രിയുടെ ആനകൾ പല സംഭവം ഞങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഒരു ടോർച്ചായിട്ട് അവർ വരാറുള്ളൂ. ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ടോർച്ചായിട്ട് വരാന്നുണ്ട്. ഒരു പടക്കം പൊട്ടിച്ചു കൊടുക്കുക ആ ഇതൊന്നുമില്ല. അവർ കുറച്ചുനേരം വന്ന് ആനയെ കയറ്റിവിടും, അപ്പം തന്നെ പോകും. ആ സെക്കൻഡിൽ തന്നെ ആന റിട്ടേൺ വരെയും ചെയ്യും. അങ്ങനെയാണ് പതിവ്. 6 മാസമായിട്ട് DFO ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അയാൾ കേൾക്കാൻ മനസ്സില്ല. കാരണം അയാൾ ചിരിക്കുക, ആൾ അഹങ്കാരിയാണ്. ആളെ ഇവിടെ നിന്ന് മാറ്റണം. ഇത് ജനങ്ങളുടെ ആവശ്യമാണ്. അത് അംഗീകരിക്കാനോ അത് ജനങ്ങളുടെ ആവശ്യം ഉൾക്കൊള്ളാനോ ഇയാൾക്ക് പറ്റില്ല. ഇവിടെ ഫോറസ്റ്റുകാര് പറഞ്ഞേക്കണേ, നിങ്ങൾ എന്തെങ്കിലും പ്രതിഷേധമായിട്ട് വന്നാൽ നിങ്ങളെ വീട്ടിൽ കിടത്തി ഉറക്കില്ല, നിങ്ങൾക്കെതിരെ കള്ളക്കേസുമായിട്ട് മുന്നോട്ട് പോകും. ഇതുകൊണ്ടാണ് ആളുകൾ അടങ്ങി ഒതുങ്ങിയിരിക്കണേ. പക്ഷെ ഈ പ്രാവശ്യം ഞങ്ങൾ അടങ്ങാൻ തയ്യാറല്ല. ഇനി എന്തിനും ഞങ്ങൾ തയ്യാറാണ്. ഇവിടെ നാട്ടുകാർക്ക് ജീവിക്കണം. അസിസ്റ്റന്റ് കൺസർവേറ്റീവ് ഫോറസ്റ്റ് ഓഫീസർ സ്ഥലത്തെത്തി പ്രതിഷേധക്കാരുമായി സംസാരിക്കുകയാണ്. ഇല്ലിത്തോട്ടിൽ സാജുവിന്റെ വീട്ടിലെ കിണറ്റിലാണ് പുലർച്ചെ കുട്ടിയാന വീണത്. കുട്ടിയാനയെ പിന്നീട് അമ്മയാന തന്നെ രക്ഷപ്പെടുത്തി. ഉദ്യോഗസ്ഥർ കൃത്യമായി ഇടപെട്ടെന്നും ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ നടപടിയുണ്ടാകുമെന്നും വനമന്ത്രി AK ശശീന്ദ്രൻ നിയമസഭയിൽ പറഞ്ഞു. വനം വകുപ്പ് ഇടപെടുകയും കാട്ടാനകളെ കാട്ടിനുള്ളിലേക്ക് തിരിച്ചയക്കുന്നതിനുള്ള നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടുത്തെ ജനങ്ങൾക്ക് അതുകൊണ്ടൊന്നും തൃപ്തി പോരാ എന്ന നിലയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ വനം വകുപ്പിലെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ തന്നെ ആ പ്രശ്നത്തിൽ ബന്ധപ്പെട്ടുകൊണ്ട് നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നും ഉദാസീനത എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഉദാസീനതയ്ക്ക് പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ നടത്തും. പക്ഷേ ഈ പ്രയാസത്തിനിടയിലും നാം കണ്ട ഒരു മനോഹരമായ ദൃശ്യം, ആ കുട്ടിയാനയെ അമ്മയാനയാണ് രക്ഷിച്ചത്. അതൊരു അസാധാരണമായ ശ്രദ്ധേയമായ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്നെ സഹായിക്കാൻ ആനകളുണ്ട് എന്നാണ്. അലി അക്ബർ ഷാ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് അലി അക്ബർ ഷാ. വനമന്ത്രിയെ സഹായിക്കാൻ ആനയുട്ടായിട്ട് എന്ത് കാര്യം? നാട്ടുകാരുടെ ജീവനും ജീവിതത്തിനും ഭീഷണിയായി വന്യമൃഗങ്ങൾ സ്വന്തം വീട്ടുമുറ്റത്തെത്തുന്ന ആ ഒരു അവസ്ഥയ്ക്ക് ആര് പരിഹാരമുണ്ടാക്കുമെന്ന് നാട്ടുകാർ അവിടെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയല്ലേ? ഇപ്പോഴെന്താണ് അവിടെ സംഭവിക്കുന്നത്? സുജ, ഇന്ന് പുലർച്ചെയാണ് മലയാറ്റൂരിൽ ഇവിടെ ഈ ഒരു വീട്ടുവളപ്പിലെ കിണറ്റിൽ ഈ കാട്ടാനയുടെ കുട്ടി വീഴുന്ന സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ അമ്മയാന തന്നെ കുട്ടിയാനയെ വലിച്ചു കയറ്റി കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായത്. ഇവിടെ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും വലിയ പ്രതിഷേധം ഉയരാൻ കാരണം ഏകദേശം 3:30യോടുകൂടി ഈ വിവരം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടും 6:30യോടുകൂടിയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്ത് എത്തിയത് എന്നായിരുന്നു നാട്ടുകാരുടെ പ്രധാന ആരോപണം. പക്ഷേ ഇവിടെ എത്തിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ അവർ ആ ആരോപണം നിഷേധിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി. പെരുമ്പാവൂർ ASP ഇപ്പോൾ സ്ഥലത്തുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ചാർജുള്ള DFO ഇവിടെ സ്ഥലത്തുണ്ട്. ഇവരെല്ലാം തന്നെ ഈ ആരോപണം നിഷേധിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ സഭയിൽ വനം വകുപ്പ് മന്ത്രിയും അതേ കാര്യം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നാട്ടുകാർ ഉറച്ചു നിൽക്കുന്നു. ഉദ്യോഗസ്ഥരെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല. ഉദ്യോഗസ്ഥർ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു. കൃത്യമായ ഇടപെടൽ ഇത്രയും പ്രതിഷേധങ്ങളും സമരങ്ങളും ഈ പ്രദേശത്ത് ഉണ്ടായിട്ടും നടത്തുന്നില്ല. തങ്ങളുടെ ജീവന് ഭീഷണിയാണ് എന്ന് പലയാവർത്തി പറഞ്ഞിട്ടും ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നതാണ് നാട്ടുകാരുടെ പ്രതിഷേധം. ഇപ്പോൾ നിലവിൽ ഇവിടെ ആൾക്കൂട്ടം, വലിയ ജനക്കൂട്ടം, പ്രതിഷേധക്കാർ തുടരുകയാണ്. നമുക്ക് ചേട്ടാ, ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്? ഇപ്പോൾ ഇങ്ങോട്ട് സബ് കളക്ടർ ഉൾപ്പെടെ എത്തുമെന്നൊരു അറിയിപ്പ് ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ആളുകൾ വെയിറ്റ് ചെയ്യുകയാണ്. സബ് കളക്ടർ ഉടനെ വരുമെന്നും അറിയിച്ചതനുസരിച്ച് ഇവിടെ വളരെ പ്രശ്നമാണ്. കാട്ടാന ശല്യം വളരെ രൂക്ഷമാണ്. അത് നാളുകളായി തുടങ്ങിയിട്ട് 40-40 ആന സ്ഥിരമായിട്ട് തന്നെ ഇവിടെ ഉണ്ട്. അത് നിരന്തരം ശല്യമാണ്. 1500 ഏക്കർ ഭൂമിയും 1750 കുടുംബവും കൃഷിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന പ്രദേശമാണ്. ഒരു രീതിയിലും കൃഷി ചെയ്യാൻ കഴിയുന്നില്ല. ആ രീതിയിൽ വളരെ ബുദ്ധിമുട്ടിലാണ്. ഇപ്പോൾ പല തവണ ഈ പ്രദേശത്ത് പ്രതിഷേധ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നെയാണ്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് നിങ്ങളുടെ ആരോപണം. അത് തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥർ പറയുന്നതിന് തക്കതായ നടപടി ഉണ്ടാകുന്നില്ല.
ഇതിനു മുമ്പും ആന കിണറ്റ് ചാടുകയും ആൾക്കാരെ ഓടിക്കുകയും മറ്റ് സംഘർഷാവസ്ഥകളും എല്ലാം ഉണ്ടായിട്ടും ആരും ഒരു നടപടിയിലേക്കും തീർന്നില്ല. ഈ ഒരു ഒറ്റ റോഡേ ഉള്ളൂ മറ്റ് പ്രദേശമായിട്ട് ബന്ധപ്പെടാനുള്ളത്. ഇതിൽ രാത്രി കാലങ്ങളിലും പകലും മൊത്തം ആനയാണ്. ഇന്നലെയും എല്ലാം അതായിരുന്നു. ഇതിപ്പോൾ കുട്ടികൾ ഉൾപ്പെടെ സ്കൂളിലൊക്കെ പോകുന്ന സ്ഥലമാണ്, ആളുകൾ ജോലി ചെയ്യാൻ പുറത്തു പോകുന്ന സ്ഥലമാണ്. രാവിലെ ഇവിടെ എല്ലാം ബസ്സുകളൊക്കെ തടഞ്ഞു വെക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇത് എന്താണ് ഈ ഘട്ടത്തിൽ ഉദ്യോഗസ്ഥരോടുള്ള നിങ്ങളുടെ ആവശ്യം? അതായത് മുൻകാലങ്ങളിൽ നിന്ന് രൂക്ഷമായിട്ടുള്ള വന്യമൃഗ ശല്യമാണ് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് 1500ഓളം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണിത്. ഇത് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. ഞങ്ങൾക്കൊരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിലും അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്ക് പോകണമെങ്കിലും 2-3 കിലോമീറ്റർ വനാതിർത്തിയിലൂടെ പോകേണ്ടതുണ്ട്. പക്ഷേ ഇത് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ വന്യജീവി ആക്രമണം സ്ഥിരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പലരും ബൈക്കിൽ നിന്ന് വീഴുകയും ഈ കാട്ടാനയെ കണ്ട് പേടിച്ച് റോട്ടിലേക്ക് വീഴുകയും അതിമാരകമായി പരിക്കേൽക്കുകയും ചെയ്തുള്ള സാഹചര്യമാണ് ഇവിടെ നിലവിലുള്ളത്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഫെൻസിംഗ് ആണോ, ഒരു കിടങ്ങ് നിർമ്മിക്കണോ, എന്താണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യം? എന്ത് ആവശ്യം അംഗീകരിക്കപ്പെട്ടാലാണ് ഈ പ്രതിഷേധം അവസാനിക്കുക? ഞങ്ങൾ പ്രധാനമായിട്ടും ഇതിന്റെ അധികാരികൾ ഈ പ്രദേശത്തെ സാഹചര്യം പഠിക്കുകയും അതിനനുസൃതമായിട്ടുള്ള ഒരു സംരക്ഷണ വലയം തീർക്കുകയാണ് വേണ്ടത്. ഒന്നുകിൽ ഫെൻസിംഗ്, സോളാർ ഫെൻസിംഗ് അല്ലെങ്കിൽ ട്രെഞ്ച്, ഇത് അവർ വന്ന് ഇത് ഇവാലുവേറ്റ് ചെയ്തിട്ട് അതനുസരിച്ചുള്ള ഒരു തീരുമാനമാണ് ഞങ്ങൾക്ക് ആവശ്യം. എങ്ങനെയാണെങ്കിലും ഞങ്ങളുടെ മാതാപിതാക്കൾ അതുപോലെ ഞങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. സുജിയ, ഈ പ്രദേശം, അതായത് ഇന്ന് രാവിലെ ഈ ആന വീണു എന്ന് പറയുന്ന കാട്ടാനയുടെ കുട്ടി വീണു എന്ന് പറയുന്ന പ്രദേശം എന്ന് പറയുന്നത് ആ ഭാഗത്താണ്. അവിടെയുള്ള കിണറ്റിലാണ് ഈ ആനക്കുട്ടി വീഴുന്നത്. അത് അമ്മയാന തന്നെ ഇതിനെ കയറ്റിക്കൊണ്ടു പോകുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വലിയ നിലയിലുള്ള പ്രതിഷേധത്തിലേക്ക് അതിനുശേഷം ഈ പ്രദേശം കടന്നു. വലിയ നിലയിലുള്ള തള്ളയാനയും കൂടി തിരിച്ച് കാട്ടിലേക്ക് ഓടിക്കയറി പോകുന്നത് നമ്മൾ കണ്ടു. കിണറ്റിൽ വീണ ആനയുടെ തള്ളയാനയാണ് പിടിച്ച് കയറ്റുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഇക്കാര്യത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം, അതായത് പ്രതിസന്ധി ഘട്ടത്തിൽ വിളിക്കുമ്പോഴൊന്ന് ഫോൺ എടുക്കുകയെങ്കിലും ചെയ്യണം എന്ന ആവശ്യമാണ് മലയാറ്റൂരിലെ ജനങ്ങൾക്ക് പറയാനുള്ളത്. ആ ആവശ്യമാണ് റിപ്പോർട്ടറിലൂടെ അവർ ഇപ്പോൾ മന്ത്രിയുടെ മുന്നിലേക്ക് വെച്ചത്. മന്ത്രി നിയമസഭയിൽ പറഞ്ഞ മറുപടി പോരാ എന്ന് ചുരുക്കം. അലി അക്ബർ ഷായാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക്